എന്നാ കലങ്ങി ഈ വെള്ളം വരുന്നേ. ഈ ഭാഗത്ത് വെള്ളം നിറഞ്ഞാൽ നമ്മളിവിടെ എല്ലാം വെള്ളമാവും അല്ലേ. ഈ മഴയത്ത് കുടയും പിടിച്ച് രണ്ടുപേരുടെ എങ്ങോട്ടാവുകയെന്നല്ലേ. വേറെ എങ്ങോട്ടുമല്ല, 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മഴയാന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന കാര്യം നടക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പതുക്കെയാണ് അതൊക്കെ ചെയ്യാൻ ഓർത്ത് പോകാട്ടോ. റോഡിലൊക്കെ നിറയെ വെള്ളമുണ്ടേ. സാധാരണ ഇവിടെ ഒന്നും അങ്ങനെ വെള്ളമില്ലാത്തതാണ്. നമ്മൾ ഈ വഴിയാണ് പോകേണ്ടത്. അവിടെ വെള്ളവും ചള്ളയൊക്കെ ആയതുകൊണ്ട് ആ വഴി മാറ്റി നമ്മൾ വേറെ വഴി കൂടെ പോകണം. അപ്പോൾ ഇവിടെ തോടൊക്കെ ഉണ്ട് കേട്ടോ. ആ തോട്ടിലൊന്നും വലിയ വെള്ളമൊന്നുമില്ല, കാരണം രാത്രി ശക്തമായ മഴയായിരുന്നെങ്കിലും പകൽ വലിയ ശക്തമായ മഴ ഇല്ല. ഇപ്പം ഇച്ചിരി കാറ്റും മഴയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. ഓട്ടോയിൽ നമ്മൾ ചെളിമട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ അവിടം വരെ പോയി അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വെള്ളം എല്ലാ വർഷവും കയറുന്നൊരു സ്ഥലം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം വെള്ളം കയറി കിടപ്പുണ്ട് ആ സ്ഥലത്ത്. ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം വീടുകളിലൊക്കെ വെള്ളം കയറുക, അങ്ങനെയാണ് സാധാരണ. പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഒന്നാമയിലെത്തി കേട്ടോ. ഒന്നാമയിലെത്തി ഈ തണുപ്പും മഴയും കാറ്റും ഒക്കെ അടിച്ച് തണുത്ത് വന്നപ്പോഴും എനിക്കൊരു ചായ കുടിക്കണമെന്നൊരു മോഹം. പിന്നെ ചായയും ചെറുകടിയും അതെല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ കൊച്ചു കടയിൽ കയറി ചായയും മുട്ട ബജിയും ഓർഡർ ചെയ്തു കേട്ടോ. അതേ ഞങ്ങൾ കുറച്ച് സംസാരിച്ച് വന്നപ്പോൾ ചായ വന്നേ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. കാരണം തണുപ്പും കാറ്റും ഒക്കെ അടിച്ച് വന്നപ്പോഴത്തേക്കും ചായയും കൂടി കുടിച്ചപ്പോൾ പ്രത്യേക സുഖം. പ്രത്യേകിച്ച് ചൂട് ചായ ആകുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 2-3 സാധനങ്ങളോട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഒന്നാമയിൽ പോയി. അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ച് പതുക്കെ തിരിച്ച് നടന്ന് വീട്ടിലേക്ക് പോയി കേട്ടോ. ഒരു കാര്യം ചെയ്യ്, അതിനകത്ത് കുളിച്ചിട്ടും കൂടെ പോരെ. ആ